ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ചെറിയ കൊളസ്ട്രോളിൻ്റെ വ്യത്യാസങ്ങളുണ്ടാകാം, പ്രമേഹ സാധ്യതകളുടെ തുടക്കക്കാരാവാം. അപ്പോൾ ഈ തുടക്കക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പക്ഷേ 30-നും 40-നും ഇടയ്ക്ക് വയസ്സ് പ്രായമുള്ള ആൾക്കാർ ഡയബറ്റീസ് ഒക്കെ നോക്കുമ്പോൾ ഇല്ല, പക്ഷേ മരുന്ന് കഴിക്കാതെ കൊണ്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ പ്രമേഹം അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരക്കാർ വ്യായാമം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണമോ? എത്ര ഫ്രീക്വൻ്റ്ലി അവർ പ്രമേഹവും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ എത്ര കാലയളവിൽ ചെക്ക് ചെയ്യണം? അല്ലെങ്കിൽ ഒരിക്കൽ അത് ചെക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര നാൾ വെയിറ്റ് ചെയ്തിപ്പോൾ പലപ്പോഴും ആദ്യം കൊളസ്ട്രോൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടർ ഒരു സ്പെസിഫിക് ടൈം കൊടുക്കും, കുറച്ച് നാൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് നോക്കൂ, ഇല്ലെങ്കിൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം അഭികാമ്യമായിരിക്കും? അതായത് നമ്മൾ ആദ്യമായിട്ട് ഡയബറ്റീസ് ഉണ്ടെന്ന് രോഗിക്ക് കണ്ടെത്തുന്നു, ഷുഗറിൻ്റെ അളവ് നോക്കണം. വളരെ കൂടുതലാണ് ഷുഗർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ മരുന്നിൻ്റെ ആവശ്യം വേണ്ടി വരും. അതേസമയം വളരെയധികം ഷുഗർ ഇല്ല, നോർമലിനേക്കാളും കുറച്ച് കൂടുതലേ ഉള്ളൂ, അല്ലെങ്കിൽ ഡയബറ്റീസ് ആയിട്ടില്ല, കയ്യാലപ്പുറത്ത് ഇരിക്കുകയാണ്, ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ മരുന്നുകളില്ലാതെ ഭക്ഷണക്രമത്തിലെ വ്യതിയാനം കൊണ്ടും വ്യായാമം കൊണ്ടും ചികിത്സിക്കാവുന്നേ ഉള്ളൂ. മാസങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ കൊളസ്ട്രോൾ ആദ്യമേ നോക്കുകയാണ്, കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, മറ്റ് റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, ഉടനെ തന്നെ മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സ ആരംഭിക്കണം. അതേസമയം കൊളസ്ട്രോൾ കുറച്ചേ കൂടുതലുള്ളൂ, ഭക്ഷണക്രമം കൊണ്ടും വ്യായാമം കൊണ്ടും മാത്രം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് മാസങ്ങൾ 3-6 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭക്ഷണക്രമവും മറ്റും കൊണ്ട് 3 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. കുറയുന്നുണ്ട്, ഭക്ഷണം കൊണ്ടും വ്യായാമം കൊണ്ടും കുറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഭക്ഷണക്രമവും വ്യായാമം കൊണ്ട് മാത്രം ചികിത്സിക്കാം. അതല്ല കുറയുന്നില്ല, പകരം കൂടുകയാണ്, തീർച്ചയായിട്ടും ആ രോഗിക്ക് മരുന്ന് നമ്മൾ കൊടുത്തേ മതിയാകും. സാർ, ഈ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? സാധാരണ നമുക്ക് പത്രങ്ങളിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ചില ആർട്ടിക്കിളെങ്കിലും ഈ ബയോഡീഗ്രേഡബിൾ സ്റ്റെൻസിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് വരാനുള്ളത്? ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയിൽ ഒരുപാട് പുരോഗതി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകൾ, അത് ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റിന് ശേഷം അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള സ്റ്റെൻറ്റുകൾ, അതായത് ബയോ റീഅബ്സോർബബിൾ സ്റ്റെൻറ്റുകൾ എന്ന് പറയുന്നത് പുതുതായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദേ ഡൂ ദെയർ ജോബ് ആൻഡ് ജസ്റ്റ് ഡിസപ്പിയർ. അതായത് നമ്മളവിടെ ബയോ റീഅബ്സോർബിൾ സ്റ്റെൻറ്റ് ഒരു ബ്ലോക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്റ്റെൻറ്റ് അവിടെ ഇരുന്നിട്ട് ആ ബ്ലോക്കിനെ തുറന്നു വയ്ക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് അവിടെ ഒരു സ്റ്റെൻറ്റ് ഉണ്ടെന്ന് പോലും അറിയാൻ കഴിയത്തില്ല, അലിഞ്ഞു പോകുന്നു. അതാണ് ബയോ റീഅബ്സോർബിൾ സ്റ്റെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2-3 വർഷം കഴിയുമ്പോൾ ഈ സ്റ്റെൻറ്റ് അലിഞ്ഞ് ബോഡിയോട് ചേർന്ന് പോവുകയാണ്. അത് കഴിയുമ്പോൾ ഈ രക്തക്കുഴൽ ഒരു സാധാരണ രക്തക്കുഴലിലേക്ക് മാറുകയാണ്. അതേസമയം നമ്മൾ മറ്റ് മെറ്റാലിക് സ്റ്റെൻറ്റ്, മരുന്ന് പുരട്ടിയതോ അല്ലാത്തതോ ആകട്ടെ, അത് ഒരു രോഗിയുടെ ജീവിതകാലം മുഴുവൻ ആ രക്തക്കുഴലിനുള്ളിൽ ഇരിക്കുകയാണ്. ഇത് ബയോ റീസോൾവ് സ്റ്റെൻറ്റ് എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അലിഞ്ഞു ചേർന്ന് ഇല്ലാതാകുകയാണ്. വർഷങ്ങൾ കഴിയുമ്പോൾ രോഗിയുടെ ശരീരത്തിനുള്ളിൽ സ്റ്റെൻറ്റേ ഇല്ല, ആ രക്തക്കുഴൽ ഒരു നോർമൽ രക്തക്കുഴലിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ രോഗിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ മരുന്നുകൾ പലപ്പോഴും കുറയ്ക്കാൻ സാധിക്കും. ഈ ബ്ലഡ് ക്ലോട്ടാകാതിരിക്കാനോ സ്റ്റെൻറ്റിനകത്ത് ബ്ലോക്ക് വരാതിരിക്കാനുള്ള തരത്തിലുള്ള മരുന്നുകൾ 2-3 വർഷം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാതെ രോഗിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഒരിക്കലും ഈ ബയോഡീഗ്രേഡബിൾ സ്റ്റെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാരണത്തിൽ വീണ്ടും ആ ഒരു ഭാഗത്തേക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അത് സാധിക്കുമോ? മറ്റേ ഇപ്പോൾ സാധാരണ മരുന്ന് പുരട്ടിയിട്ടുള്ള സാധാരണ ഡ്രഗ് എലൂട്ടിങ് സ്റ്റെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഒരു ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും പോസിബിൾ ആവാതെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അതായത് നമ്മളിപ്പോൾ ബയോ റീഅബ്സോർബിൾ സ്റ്റെൻറ്റ് ഉപയോഗിച്ചാലും മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റ് ഉപയോഗിച്ചാലും ഈ സ്റ്റെൻറ്റ് ഇട്ട ഭാഗത്ത് വീണ്ടും ബ്ലോക്ക് വന്നാൽ വീണ്ടും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സാധ്യമാണ്. അത് 2 തരത്തിലുള്ള സ്റ്റെൻറ്റ് ഉപയോഗിച്ചാലും സാധ്യമാണ്. അതിന് മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റിൽ സാധ്യമല്ല എന്നൊരു കൺസെപ്റ്റ് ഇല്ല. തീർച്ചയായിട്ടും അതിലും ബ്ലോക്ക് വന്നാൽ വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഈ ബയോഡീഗ്രേഡബിൾ സ്റ്റെൻറ്റ് ഉപയോഗിക്കുന്നവർക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മരുന്ന് നിർത്താം എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആ പേഷ്യൻസിന് കിട്ടും? അല്ല, രോഗിയെ സംബന്ധിച്ച് മാനസികമായിട്ട് എൻ്റെ ശരീരത്തിനുള്ളിൽ ഒരു സ്റ്റെൻറ്റ് കിടക്കുകയാണെന്നുള്ള ഒരു മാനസിക അവസ്ഥയിൽ നിന്നും എൻ്റെ ശരീരത്തിലെ സ്റ്റെൻറ്റ് അലിഞ്ഞു പോയി കഴിഞ്ഞു, സ്റ്റെൻറ്റ് ഇല്ല എന്നുള്ളതായിരിക്കും പ്രോബ്ലി രോഗിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു വ്യത്യാസം. 2 പറയുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ മരുന്നുകളൊന്നും വേണ്ട, ബ്ലോക്കിന് അല്ലെങ്കിൽ സ്റ്റെൻറ്റിനുള്ളിൽ ബ്ലോക്ക് വരാൻ സാധിക്കാനുള്ള മരുന്നുകളില്ല.
മൂന്ന്, ആ രക്തക്കുഴൽ ഒരു സാധാരണ രക്തക്കുഴലിലേക്ക് അതിൻ്റെ വ്യാസവും അത് ചുരുങ്ങാനും വലുതാകാനുമുള്ള നോർമൽ ശരീരത്തിൻ്റെ കഴിവ് തിരിച്ച് സാധാരണ നിലയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ തിരക്കേറിയ സമയം കൈരളി പീപ്പിളിനോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹൃദ്രോഗം എങ്ങനെ തടയാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിന് ഇന്നൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.